ജൂൺ 5-ന് ഗവർണർ നട്ട ആ വിവാദത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ പരിപാടിയിൽ ഉപയോഗിച്ച് സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. വിഷയം രാഷ്ട്രീയമായി CPI ഏറ്റെടുത്തപ്പോൾ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി BJP പ്രവർത്തകർ മന്ത്രി P. പ്രസാദിന്റെ വീട്ടിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി മന്ത്രി P. പ്രസാദിന്റെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയതാണ് ഇന്ന് ആദ്യം സംഭവിച്ച കാര്യം. വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്താനുള്ള നീക്കം CPI പ്രവർത്തകർ തടഞ്ഞതോടെ അവിടെ സംഘർഷമുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഭാരതാംബ വിവാദത്തിൽ വേറിട്ട പ്രതിഷേധവുമായി CPI രംഗത്തെത്തി. തൃശൂരിൽ ദേശീയ പതാക ഉയർത്തി CPI പ്രതിഷേധിച്ചു. ഭാരത് മാത എന്ന സങ്കല്പത്തിന് മതഛായ കൊടുക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഈ ചോദ്യം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പതാക എന്നും പ്രിയപ്പെട്ടതാണ്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുതിയ ഒന്നല്ല. ഈ മഹത്തായ നാടിൻ്റെ എല്ലാ ദേശസ്നേഹ മൂല്യങ്ങളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ്. ഭാരത് മാതാ എന്ന സങ്കല്പം, ആ സങ്കല്പം സ്വതന്ത്ര പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. പൊതു ഇടങ്ങളിൽ വർഗീയ ചിഹ്നങ്ങൾ പാടില്ല. പ്രശ്നത്തിൽ ഗവർണറോട് വിട്ടുവീഴ്ച ഇല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ വാക്കുകൾ കൂടി. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. നിയമസഭ പോലെ, അതുപോലെ തന്നെ നിയമസഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒക്കെ ഒരു പൊതു സ്ഥലമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണോ സംസ്ഥാന ഗവൺമെൻറ്റാണോ എന്നുള്ളതല്ല. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതു ഇടമാണ്. ആ പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ എന്നോട് പറഞ്ഞു. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കൊടിയും പിടിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നിയമസഭകളിലേക്കെല്ലാം പോയാലെന്തായിരിക്കും സംഭവം ഉണ്ടാകുക? എന്നിട്ട് ആ കൊടി അവിടെ വെച്ചിട്ട് ആ കൊടീൻ്റെ മേലെയാണ് ഇനി എല്ലാവരും പുഷ്പാർച്ചന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസംബന്ധമാണത്. ഈ വിഷയത്തെ ഇന്ന് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയനുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP യുടെ, തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജും ചേരുകയാണ്. ആദ്യം പോകുന്നത് ലെവിനിലേക്കാണ്. ലെവിൻ, ഇന്ന് നമ്മൾ കണ്ടത് CPIയുടെ ഒരു വേറിട്ട പ്രതിഷേധമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ ബിനോയ് വിശ്വം ഇക്കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചപ്പോൾ മുതൽ CPI ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുത്തു തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നുണ്ടായിരിക്കുന്ന അവരുടെ പ്രതിഷേധ സൂചകമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇന്ന് നടന്നത്. ഇന്ന് തൃശ്ശൂരിൽ നടന്ന കാര്യങ്ങൾ എത്തരത്തിലായിരുന്നു? CPIയുടെ ഇക്കാര്യത്തിലുള്ള ഉറച്ച നിലപാടിലുള്ള പോക്ക്, അക്കാര്യത്തെക്കുറിച്ചും ലെവിൻ വിശദമായി. സംഗീത, പരിസ്ഥിതി ദിനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തുടക്കം കുറിച്ച വിവാദത്തിന് കുറിക്ക് മറുപടിയുമായാണ് CPI ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. തൃശ്ശൂർ ജില്ലാ കൗൺസിൽ ഓഫീസിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഒരു പരിസ്ഥിതി ദിനാചരണത്തിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയുടെ ഭാഗമായി അതിനോടൊപ്പം ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ സൂചകമായ ഒരു വേറിട്ട പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. CPI നേരത്തെ തന്നെ മുൻ അനുഭവങ്ങളിലൊക്കെ നമുക്കറിയാം CPI
ആണ് ഒരുപക്ഷെ ഇത്തരത്തിൽ RSSനെതിരെ അല്ലെങ്കിൽ ഗവർണറുടെ നിലപാടുകൾക്കെതിരെ ആദ്യം രംഗത്ത് വരുന്നതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി CPI ഈ വിവാദത്തിന് മന്ത്രി പി പ്രസാദുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അതിന് തുടക്കം കുറിക്കുന്നു. അതിൽ മുന്നിൽ നിന്ന് തന്നെ ആശയപരമായ ഒരു സമരത്തിനും പ്രതിഷേധത്തിനും CPI നേതൃത്വം നൽകുന്നു. CPI സംസ്ഥാന സെക്രട്ടറി തന്നെ തൃശ്ശൂരിൽ ഇന്ന് പ്രതിഷേധത്തിന് തുടക്കം കുറിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ബ്രാഞ്ച് തലം മുതലുള്ള കമ്മിറ്റികളിലും അല്ലെങ്കിൽ ഘടകങ്ങളിലും CPI പതാക ഉയർത്തിക്കൊണ്ട്, ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് തുടർ പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണറുടെ ഭാഗത്തു നിന്നും ഭാരതാംബയുടെ ചിത്രം, RSS ഉപയോഗിക്കുന്ന ചിത്രം സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാനും അതിനു മുൻപിൽ തിരിതെളിച്ച് സർക്കാർ പരിപാടികളുടെ നടത്തിപ്പ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തീരുമാനമെടുത്ത് അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവും തുടർ സമര പരിപാടികളുമാണ് CPI ആലോചിക്കുന്നത്. ഭാരത മാതാവ് എന്നുള്ള സങ്കല്പത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് RSS തങ്ങളുടെ ബിംബവൽക്കരണം നടത്താനുള്ള ശ്രമം നടത്തുന്നു. കപട ദേശീയവാദം ഉയർത്തിക്കൊണ്ട് മറ്റെല്ലാവരെയും ഉയർത്തിക്കാട്ടാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI മുന്നോട്ട് വെക്കുന്ന വാദം. ഭാരതം എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ജനകോടികളും ഉൾപ്പെടുന്നതാണ്. മണ്ണും മനുഷ്യനും പ്രകൃതിയും എല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന സങ്കല്പം, ഭാരതം എന്ന സങ്കല്പമെന്ന് നെഹ്റുവിൻ ആശയങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് RSSന്റെ നയങ്ങളാണോ ഭരണഘടനയാണോ വലുതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണ്. സംഘപരിവാറുകാരന് മാത്രമാണ് അത് കഴിയുക. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഗവർണർ ബഹുമാനിക്കേണ്ടത് ഭരണഘടനയാണ്. സിംഹമുദ്ര കാണിക്കുന്ന ഒരു ഭാരതാംബയുടെ ചിത്രം ഭാരതത്തിൻ്റെ ചിത്രമല്ല. CPI അത് അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഈ വിഷയത്തിൽ CPMഉം CPIയും തമ്മിൽ ഒരു തർക്കവുമില്ല. CPMനും CPIക്കും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശക്തമായ ഭാഷയിൽ റവന്യൂ മന്ത്രി K രാജനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തി. മന്ത്രിമാരുടെ മനോനില അളക്കേണ്ട ഗവർണർ ട്യൂഷന് പോകേണ്ട സാഹചര്യമില്ല. RSSന്റെ ചിഹ്നങ്ങളെ രാജ്യത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു. രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറരുത്. മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എവിടെയും ഗവർണർ ട്യൂഷന് പോകേണ്ട കാര്യമില്ല. 142 കോടി ജനങ്ങളുടെ മതേതര മനസ്സാണ് മന്ത്രിമാരുടേത്. അത് മനസ്സിലാക്കാൻ ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടാലോ RSSന്റെ സ്റ്റഡി ക്ലാസ് കേട്ടാലോ മനസ്സിലാകില്ല. മന്ത്രിമാർക്ക് ഭരണഘടനയുടെ മാനസികാവസ്ഥയാണ് ഉള്ളത്. ഗവർണർ സർക്കാർ പോരല്ല ഇപ്പോഴെന്നും മന്ത്രി രാജൻ പറയുന്നു. അതോടൊപ്പം തന്നെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാടുകളിൽ നിന്നും അയവ് വരുത്തി അദ്ദേഹം പുതിയ ഗവർണർ എത്തിയപ്പോൾ, രാജേന്ദ്ര ആർലേക്കർ എത്തിയപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും പഴയ നിലയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഗവർണറും സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ഗവർണറെ മാത്രമാക്കിയുള്ള ഒരു ചുരുക്കിയ പ്രശ്നമാക്കി ഇതിനെ കാണാണ്ട. മാത്രമല്ല ഇതൊരു ആശയപരമായിട്ടുള്ള പ്രശ്നമാണ്. ജനാധിപത്യത്തിന് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്ത് നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് ശക്തമായി പ്രതിരോധിക്കും. തീർച്ചയായും അത് തന്നെയാണ് CPI അവിടെ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നത്. ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ദേവൻ ചേരുകയാണ്. ദേവൻ, ഇന്നലെ മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് BJPയുടെ ഭാഗത്തുനിന്നും. ഇന്നത് വീട്ടിലേക്ക് പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അവിടെ കൃത്യമായി BJP ഇതിനെ ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വരാൻ അവിടെ ലക്ഷ്യമിടുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഈ 2 ദിവസവും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. BJP ഇക്കാര്യത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് BJPയും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി മന്ത്രി പി പ്രസാദിന്റെ ഓഫീസിലേക്കും ഒപ്പം തന്നെ വീട്ടിലേക്കും ഒരു പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ചേർത്തലയിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ദേശീയ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ ഒരു പുഷ്പാർച്ചന നടത്തുന്ന പ്രതിഷേധമാണ് നടത്തിയതെങ്കിൽ ഇന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയും അവിടെ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഒരു സമരം നടത്താനുമായിരുന്നു BJP പ്രവർത്തകരുടെ നീക്കം. എന്നാൽ ഇതറിഞ്ഞെത്തിയ CPI പ്രവർത്തകർ കൂടി ഈ ഒരു സമരത്തിൽ പ്രത്യക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം കരുതാനായി. ഈ സംഭവം അറിഞ്ഞെത്തിയ CPI പ്രവർത്തകർ ഈ BJP പ്രവർത്തകരുടെ ഈ നീക്കത്തെ തടയുന്ന കാഴ്ചയാണ് നൂറിനാട് നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൂട്ടമായി എത്തിയ CPI പ്രവർത്തകർ BJPയുടെ ഈ നീക്കത്തെ തടയുകയും ഒപ്പം തന്നെ ചേരിതിരിഞ്ഞു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിയും നടത്തുകയുണ്ടായി. മാത്രമല്ല മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലീസ് സ്വീകരിച്ചിരുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി CPI അവിടെ മുന്നോട്ട്
വെക്കുന്നു. സ്വാഭാവികമായും മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് ഇത്തരം ഒരു പ്രതിഷേധ മാർച്ച് വരുമ്പോൾ പോലീസ് ഒരു 100 മീറ്റർ പരിധിയിൽ മുൻപെങ്കിലും ഈ ഒരു ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധത്തെ തടയേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത്തരമൊരു കാഴ്ച ഇന്ന് ആലപ്പുഴ നൂറിനാട്ടെ മന്ത്രിയുടെ വീടിന് മുന്നിൽ കണ്ടില്ല. അതുകൊണ്ടാണ് BJP പ്രവർത്തകർ നേരിട്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയത്. ഇതിൽ പ്രകോപിതരായാണ് CPI പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയും BJPയുടെ നീക്കത്തെ തടയുകയും ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞുപോയ BJP പ്രവർത്തകർക്ക് ശേഷം CPI മന്ത്രിയുടെ വീടിന് മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും ഇപ്പോൾ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ TK സുധീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലൂടെ കൂടെ പോകേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജുണ്ട്. അർജുനിലേക്ക് പോയ ശേഷം നമുക്ക് ഗസ്റ്റിലേക്ക് മടങ്ങിയെത്താം. അർജുൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ BJP ഇക്കാര്യത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നുണ്ട്. അത് CPI BJP പോര് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് വളർച്ച പ്രാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അർജുൻ, ഇക്കാര്യത്തിൽ ഈ ഗവർണർ ലക്ഷ്യമിട്ടത് ഇത് തന്നെയാണോ? ഈ 2 ദിവസം കൊണ്ടുണ്ടായ വിവാദങ്ങളിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി RSSന്റെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വിവാദ പരമ്പര ഉണ്ടാകുന്നു, അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് തന്നെയാണോ ഗവർണർ ലക്ഷ്യമിട്ടത്? കൃത്യമായ അജണ്ടകളെ നടപ്പിലാക്കാൻ, വലിയ ബഹളങ്ങളില്ലാതെ നടപ്പിലാക്കാൻ അറിയുന്ന വ്യക്തിത്വം കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ പൂർവ്വകാലം പരിശോധിക്കുമ്പോൾ ഗവർണർ എന്നുള്ളത്. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ CPI കൃത്യമായ ഒരു നിലപാടെടുക്കുമ്പോൾ CPM ഒരു പടി പിറകിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത്. ആദ്യം മുതൽ ഇങ്ങോട്ട് അക്കാര്യത്തിലൊരു മയപ്പെട്ട സമീപനം, കൃത്യമായ വാക്കുകളിൽ കൂടെ MV ഗോവിന്ദൻ ഇക്കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ CPI എടുക്കുന്നത് പോലെ ഒരു ആർജവമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ കാണുന്നുമില്ല. ഈ സാഹചര്യങ്ങളെ എങ്ങനെ വിശകലനം ചെയ്യാം അർജുൻ? സംഗീത, ഒരു വിവാദം എന്നതിനപ്പുറത്തേക്ക് RSS സംഘപരിവാർ ലക്ഷ്യമിടുന്നത് അത് നടപ്പാക്കുക എന്നുള്ളതായിരിക്കും ഗവർണർക്ക് മുന്നിലുള്ള ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഈ രാജ്ഭവനിലകത്തുള്ള ഭാരതാംബ അവരുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെ കാണാനും. എന്തായാലും ഇത് ഇവിടം കൊണ്ട് തീരും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. CPIയും BJPയും സംഗീത പറഞ്ഞതുപോലെ തന്നെ അവരാണ് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മുൻപന്തിയിൽ ഇപ്പോൾ ഉള്ളത്. രണ്ടു കൂട്ടരും പരസ്പരം രാഷ്ട്രീയ വിവാദമാക്കുകയും ഈ സമരത്തിലൂടെയൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതേസമയത്ത് വലിയ വിവാദത്തിലേക്ക് പോയി നേരിട്ട് ഗവർണറുമായൊരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും CPI P പ്രസാദ് എടുത്തിട്ടുള്ള നിലപാടിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിലൊരു വിവാദമുണ്ടാക്കി നാളെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കേണ്ട ഈ ഘട്ടത്തിൽ എന്ന തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഈ P പ്രസാദ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും CPI സ്വീകരിച്ചിട്ടുള്ള സമരം ചെയ്യൽ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കടുത്ത പ്രക്ഷോഭത്തിലേക്കൊന്നും CPIM കടക്കാത്തതും അതുകൊണ്ടാണ്. പക്ഷേ ഇവിടം കൊണ്ട് ഈ പ്രതിസന്ധി തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം രാജ്ഭവനിനകത്ത് നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇനി ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും. അവിടെ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമായിരിക്കും ഗവർണർ പരിപാടികളിൽ പങ്കെടുക്കുക. ആ ഘട്ടത്തിൽ ആ പരിപാടികളിൽ പങ്കെടുക്കാൻ മന്ത്രിമാരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർക്കും ഈ P പ്രസാദ് ചെയ്തതുപോലെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ വിവാദം ഇനി വഴിതെളിയിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രാജ്ഭവനിലൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ മന്ത്രിമാർക്ക് ഇങ്ങനെ ബഹിഷ്കരിച്ച് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരവിടെ തുടരുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്. ഒപ്പം തന്നെയാണ് രാജ്ഭവന് പുറത്തേക്കും ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കാനും പുഷ്പാർച്ചന അർപ്പിക്കാനും രാജ്ഭവൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ഗവർണർക്ക് പരിപാടി ഉണ്ടായിരുന്നു. അത് വിജ്ഞാൻ ഭാരതി എന്ന സംഘടനയാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ആ പരിപാടിക്കകത്തും ഇതേപോലെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അവിടെയും പുഷ്പാർച്ചന നടത്തിയാണ് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുത്തത്. അത് മറ്റ് ഈ ഗവേഷണപരമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കെടുത്ത പരിപാടിയാണ്. അതല്ലാതെ പൊതുപരിപാടികളിൽ ഇപ്പോൾ നാളെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഗവർണർക്കൊപ്പം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ ഇതേപോലെ ഗവർണർ പുഷ്പാർച്ചന അർപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെയാണ് ഇനി വീണ്ടും ഈ വിവാദത്തെ നിലനിർത്തുക എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും സർക്കാർ എടുത്ത തീരുമാനം P പ്രസാദ് സ്വീകരിച്ച നിലപാടിനെ പിന്തുണയ്ക്കെങ്കിൽ കൂടിയും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്തി ഇപ്പോൾ തന്നെ ഗവർണർക്കെതിരെ നേരിട്ട ഏറ്റുമുട്ടലിന് പോകേണ്ടതില്ല എന്നുള്ളതാണ് CPI. തീർച്ചയായും അർജുൻ, അക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ
മനസ്സിലാക്കാൻ നമ്മുടെ ഗസ്റ്റിന് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷാണ് നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ TK സുധീഷ്, ഈ പറഞ്ഞു വന്നതുപോലെ CPI ഇതിനകത്ത് കഴിഞ്ഞ ദിവസം മുതൽ വ്യക്തമായൊരു നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് അതിൽ പ്രത്യക്ഷമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതും കണ്ടു. ഇത് ഈ ഗവർണർ മുന്നോട്ട് വെച്ച RSS അജണ്ട നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തെ മുളയിലെ നുള്ളാൻ തന്നെയാണോ CPI ഉദ്ദേശിക്കുന്നത്? ഇവിടം കൊണ്ട് മാത്രം ഈ പ്രതിഷേധങ്ങൾ, ഈ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുകയാണോ, അതോ മുന്നോട്ടേക്ക് CPI ഇക്കാര്യത്തിൽ ശക്തമായി പോരാടാനാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അല്ല, ഇതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. പ്രസാദ്, ബഹുമാന്യനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് വളരെ സമയോചിതമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി RSSഉം അതുപോലെ തന്നെ സംഘപരിവാര ശക്തികളും ഭരണം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്ഭവനുകളെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളെ അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ താവളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എത്രത്തോളം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും കാണാനായിട്ട് കഴിയും. നിരന്തരമായിട്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഈ കേരളത്തിൽ ഗവർണറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും നമ്മൾ എടുത്ത് പരിശോധിച്ച് വയ്ക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഒട്ടാകെ പ്രതിപക്ഷ കക്ഷികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണർമാരെ വെച്ചുകൊണ്ട് അവരുടെ RSSൻ്റെ കാര്യാലയങ്ങളാക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ RSSൻ്റെ പ്രത്യയശാസ്ത്രം അവിടങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമേ നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പോൾ ആർലേക്കർ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഒരു RSSൻ്റെ മൂശയിൽ പരുവപ്പെടുത്തിയ ഒരാളാണ് ആർലേക്കർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. RSSൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് വളരെ ബോധപൂർവമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഗുരുമൂർത്തി, RSSൻ്റെ പ്രത്യയശാസ്ത്രകാരനായിട്ടുള്ള ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് അവിടെ ഒരു പ്രഭാഷണം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ ഇവർ പലതും ഈ ഇന്ത്യ രാജ്യത്ത് പലതും RSS അവർ കൊണ്ടു നടക്കുന്ന പല പ്രതീകങ്ങളും, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ പല പ്രതീകങ്ങളും രാജ്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ദേശീയ പതാക, ആ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാണ് വേണ്ടതെന്ന്, ഭഗവദ്ധ്വജം വേണമെന്ന് വാശി പിടിച്ചിരുന്നവരാണ് ഇവർ. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അവർ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുമുമ്പ് അവർ നടത്തിയതെല്ലാം തന്നെ നമുക്കറിയാം. അവരൊരിക്കലും ദേശീയ പതാകയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇത് പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് ദേശീയ പതാകയെ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ RSSകാരുടെ മനസ്സിലുള്ള അവരുടെ പതാക എന്ന് പറയുന്നത് ഭഗവദ്ധ്വജമാണ്. അപ്പോൾ ഇങ്ങനെ പലതും നമ്മുടെ രാജ്യത്തിൻ്റേതായിട്ട് പ്രതീകവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് RSSകാരുടെ ഏതോ ചിത്രകാരൻ വരച്ചു വെച്ച ഒരു കാവിക്കൊടി കയ്യിലേന്തിയ പട്ടുസാരി ഉടുത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെ രാജ്യത്തിൻ്റെ ഭാരതാംബ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ
തീർച്ചയായും ശ്രീ ടി കെ സുധീഷ് അക്കാര്യത്തിൽ CPI കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ ഈ കൃത്യമായ നിലപാടെടുക്കുമ്പോൾ തന്നെ BJPയുമായി ഒരു തുറന്ന പോരിലേക്കും ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ കടക്കുന്നതാണ് ഇന്നലെയും ഇന്നുമായി മനസ്സിലാക്കുന്നത്. അതെത്ര കണ്ടാണ് മുൻകാലങ്ങളിൽ എങ്ങും നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടില്ല. CPI ഇത്രത്തോടു കൂടി ഒരു ആർജവത്തോടു കൂടി മുന്നോട്ടേക്ക് വന്ന് അതും BJP പോലുള്ളൊരു പാർട്ടിയുമായി ഒരു പോരാട്ടത്തിലേക്ക്, അതും ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത് ഒരു തെരുവിലൊരു ഏറ്റുമുട്ടൽ തന്നെയാണ്. അക്കാര്യങ്ങളിലേക്ക് CPI കടക്കുന്നത് അതെങ്ങനെയാണ്? ആ ഒരു ഏറ്റുമുട്ടലിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, CPIയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ഫാസിസത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPI. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയ ശക്തികൾ അവർ ഈ രാജ്യത്ത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണകൂടം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും CPI അതിൻ്റെ നിലപാടുകളിൽ, അതിൻ്റെ ഇതുവരെയുള്ള അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സുകൾ, ആ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയത്തിലെല്ലാം തന്നെ അതിശക്തമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും BJPക്കും അതുപോലെ തന്നെ RSSനും അവരുടെ സംഘപരിവാര ശക്തികളുടെ ഭാഗമായിട്ടുള്ള നിരവധി സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാട് വളരെ സുചിന്തിതമായിട്ടുള്ള നിലപാടാണ്. പക്ഷേ അത്തരത്തിലൊരു നിലപാട് CPI സ്വീകരിക്കുമ്പോൾ ശ്രീ ടി കെ സുധീഷ് ഒന്ന് ഇടപെട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് CPI സ്വീകരിക്കുമ്പോൾ ഒരുപടി ഇറങ്ങിയാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള, ഇന്നും ശ്രീ MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ സംസാരിച്ചു. പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിലുള്ള ഒരു രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് CPM ഇക്കാര്യത്തിൽ ഒരുപടി പിറകിൽ തന്നെയാണ് ഇക്കാര്യത്തെ പ്രതിരോധിക്കുന്നതിൽ ഉണ്ടാകുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസം S ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ കൊണ്ടുവന്ന് വന്ന ദിവസം തൊട്ടിങ്ങോട്ട് കൃത്യമായ ഒരു അപലപിക്കുന്ന ഒരു നയം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ CPM ഒരു നിലപാടെടുക്കുന്നത്? അക്കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അല്ല, അതിൽ CPM ഒരുപടി പിറകിലാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അത് CPI ആയാലും അതുപോലെ തന്നെ CPM ആയാലും, ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരായി RSSനെതിരായി ഒരു അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടികളാണ് ഈ രണ്ട് പാർട്ടികളും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ ഈ വിഷയമുണ്ടായപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞുവല്ലോ. മാത്രമല്ല, മുഖ്യമന്ത്രി അത് വളരെ നന്നായി എന്നുള്ളൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. നേരത്തെ ഗുരുമൂർത്തിയെ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടല്ലേ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ CPM ഒരു പടി പിറകിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIക്കും അതുപോലെ തന്നെ CPMും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു ഭൂഷണമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊരു അഭിപ്രായ ഭിന്നത അങ്ങനെ നമ്മൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുമില്ല. ഈ വിഷയത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനെതിരായി ഈ RSSനെതിരായിട്ടുള്ള നിലപാടുകളിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതിശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അതിൽ വെള്ളം ചേർക്കുന്ന നിലപാട് രണ്ട് പാർട്ടികളും സ്വീകരിക്കില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ടി കെ സുധീഷ്. ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്, പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ് ടി കെ സുധീഷ് നമ്മളോട് പ്രതികരിച്ചത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഗവർണർ നട്ട ആ വിവാദം ഈ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും മറ്റൊരു രീതിയിലേക്ക് പരിണമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് BJPയും കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. CPI എന്താണെങ്കിലും നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. പ്രതിഷേധം കൂടുതൽ കനക്കുന്ന സാഹചര്യമാണ്.